ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം തന്ന വലിയ കൃപയ്ക്കും കരുണയ്ക്കുമായി നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മളുടെ ഇന്നത്തെ സബ്ജക്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ത്രിലോകങ്ങൾ. വേദപുസ്തകത്തിൽ അധികം പഠിക്കാൻ കിട്ടാത്ത, അധികം പഠിപ്പിക്കാൻ ശ്രമിക്കാത്ത വേദപുസ്തകത്തിലെ ഒരു പ്രത്യേക വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവവചനം 3 ലോകങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ അത് വായിച്ച് കേൾപ്പിക്കാം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും 3 ലോകങ്ങൾ അവിടെ വെളിപ്പെടുത്തുകയാണ്. സ്വർലോകർ, ഭൂലോകർ, അധോലോകർ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ദൈവം മനുഷ്യന് വെളിപ്പെടുത്തിയിട്ടുള്ള എത്രത്തോളം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത്രത്തോളമേ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. ഈ ലോകങ്ങളെ കുറിച്ച് വളരെ വ്യാപകമായ ഒരു പഠനത്തിന് വേദപുസ്തകത്തിൽ ഇടമില്ല. പക്ഷേ അത് സംബന്ധിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മളുടെ ആ ചാർട്ട് പഠിച്ചപ്പോ അതിൻ്റെ മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, അത്യുന്നത സ്വർഗം, 3 മണ്ഡലങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. നമുക്കത് പിന്നാലെ പറയാം. എന്നാൽ ഇവിടെ പറയുന്ന അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടതല്ല. സ്വർലോകം സ്വർഗത്തിലുള്ളവർ, ഭൂലോകം ഭൂമിയിലുള്ളവർ, അധോലോകം ഭൂമിയുടെ അധോഭാഗത്തുള്ളവർ. ഇങ്ങനെ 3 മേഖലകളിലായി നാം ദൈവത്തിന്റെ സൃഷ്ടിയെ കാണുന്നു. ദൈവം നിർണയിച്ചിരിക്കുന്ന ഭൂമിയാണ് മനുഷ്യന് തറവാടായി ദൈവം നൽകിയിട്ടുള്ളത്. സൃഷ്ടികളിലും സ്ഥലങ്ങളിലും കേന്ദ്രമായിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാം ഭൂമിയെ സംബന്ധിച്ചാണ്. അങ്ങനെ മനുഷ്യനെയും ഭൂമിയെയും കേന്ദ്രമാക്കിയാണ് വേദപുസ്തകത്തിലെ ഒട്ടുമിക്ക പ്രസ്താവനകളും എല്ലാം തന്നെ മുൻപോട്ട് പോകുന്നത്. ആ കേന്ദ്ര ബിന്ദുവിനെ അധീകരിച്ചുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ആകാശങ്ങളും സ്വർഗങ്ങളും സ്വർലോകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആകാശങ്ങളും സ്വർഗങ്ങളും ഇതിനെ സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകം 1:1 ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് മോശ എഴുതിയിരിക്കുന്നത്. ബഹുവചനത്തിൽ ഭാഷാമയും HASHAMAYUM ഭാഷാമയും എന്നാണ് എഴുതിയിരിക്കുന്നത് എബ്രായ പദത്തിൽ. ഭാഷാമയും വിവിധ അടുക്കുകളോട് കൂടിയുള്ള ആകാശങ്ങളോട് കൂടെ ഭൂമി സൃഷ്ടിച്ചു എന്ന് വളരെ വ്യക്തമായി 1:1 നാം കാണുന്നു. ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ഈ നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കപ്പെട്ട ശാസ്ത്രീയ 20-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കപ്പെട്ട
ശാസ്ത്രീയ സത്യത്തെ 3500 വർഷങ്ങൾക്കപ്പുറത്ത് മോശ രേഖപ്പെടുത്തി വെച്ചതാണ്. എന്നിട്ടും പ്രവാചക ദർശനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പല ലെയറുകളോട് കൂടിയതാണ് ആകാശം. എബ്രായ ഭാഷയിൽ പ്രസ്തുത വാക്കിന് ഏകവചന പ്രയോഗം ഇല്ലാത്തത് കൊണ്ടാണ് ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ അതിന് എതിരായിട്ടുള്ള വാദങ്ങളും വാദമുഖങ്ങളും ഇല്ലാതില്ല. നമുക്കറിയാം, പുതുതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 5 ലെയറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നാളിൽ 7 ലെയറുകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു. ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉയരം, അതാണ് ആദ്യത്തെ ലെയർ, ട്രോപ്പോസ്ഫിയർ. വീണ്ടും 10 മുതൽ 30 കിലോമീറ്റർ വരെ ഉയരം, അതാണ് സ്ട്രാറ്റോസ്ഫിയർ. 30 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരം, അതാണ് മെസോസ്ഫിയർ. വീണ്ടും 50 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരം, തെർമോസ്ഫിയർ. അടുത്തതാണ് എക്സോസ്ഫിയർ. എന്നാൽ ഇത് കൂടാതെ അയണോസ്ഫിയർ എന്നും മാഗ്നറ്റോസ്ഫിയർ എന്നും 2 ലെയർ കൂടി ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു. ചുരുക്കത്തിൽ ഭൂമിയിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ദൂരങ്ങളിലായി ഓരോരോ ലെയറുകൾ അടങ്ങുന്നതാണ് ആകാശം. കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചപ്പോൾ ആകാശമണ്ഡലത്തിന്റെ വ്യാപകത്വം, അതിന്റെ വലിപ്പം നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കകത്ത് ഒതുക്കാവുന്നതിനേക്കാൾ വലുതാണ് എന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ ആകാശമണ്ഡലങ്ങളെ പല ലെയറുകളായി തിരിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത 1500 വർഷങ്ങൾക്കപ്പുറത്ത് മോശയ്ക്ക് ദൈവാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പ്രൈസ് ദ ലോർഡ്. എബ്രായ ലേഖനം 1:10 വാക്യം. എബ്രായ ലേഖനം 1:10 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1:10 വാക്യം ഇങ്ങനെയാണ്: കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും. ആകാശവും ഊറനാസ് എന്നാണ് ആകാശം എന്നുള്ളതിന്റെ ബഹുവചനമെങ്കിലും ഏകവചനമെങ്കിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹിബ്രു പദം ഊറനാസ് എന്നല്ല, ഊറനൈസ് എന്നാണ്. അതതിന്റെ ബഹുവചന രൂപമാണ്. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഊറനൈസ് എന്ന ബഹുവചന പദമാണ്. ആകയാൽ ആകാശത്തട്ടുകളോട് കൂടെ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവവചനം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശത്തട്ടുകൾക്കപ്പുറത്താണ് ബഹിരാകാശം കിടക്കുന്നത്. അതിന്റെ അറുതി ആർക്കും നിശ്ചയിക്കാൻ പറ്റുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തെ സ്വർഗരാജ്യം എന്ന് ഉപമിക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷെ ആ പ്രയോഗം തെറ്റാണ്. സ്വർഗം വേറെ, സ്വർഗരാജ്യം വേറെ.
പ്രസംഗിക്കുന്നവർ തന്നെ ധാരാളം ഇത് ഉപയോഗിക്കും. സ്വർഗരാജ്യം, സ്വർഗം, ഇത് രണ്ടും രണ്ടാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനമാണ്. സ്വർഗം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ദൈവം തരുന്ന നിത്യതയാണ്. സ്വർഗം അത് നിത്യസ്വർഗമാണ്. അത് കൈവേലയല്ല, അത് ദൈവസിംഹാസന സ്ഥാനമാണ് സ്വർഗം. നമ്മൾ താഴോട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്വർഗം മൂന്നാണെന്ന് വേദപണ്ഡിതാക്കൾ ചിന്തിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. എങ്ങനെയാണ് പൗലോസ് അവിടെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3-ാം സ്വർഗത്തോളം. ഒന്നാം സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ചാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മേഘമണ്ഡലം. 1-ാം സ്വർഗം എന്ന് പറയുന്നത് മേഘമണ്ഡലം, നമ്മൾ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുമല്ലോ, വായുമണ്ഡലം അല്ലെങ്കിൽ അന്തരീക്ഷം. 2-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലം. നക്ഷത്രമണ്ഡലം. 3-ാം സ്വർഗം എന്ന് പറയുന്നത് ദൈവവും ദൈവദൂതന്മാരും വസിക്കുന്ന അത്യുന്നത സ്വർഗം. അത്യുന്നത സ്വർഗം. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളതായ ഒരു വേദഭാഗമാണ് 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 14:12 എങ്ങനെയാണ്? അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ അങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. മേഘോന്നതങ്ങൾക്ക് മീതെ, നക്ഷത്രങ്ങൾക്ക് മീതെ, അത്യുന്നത സിംഹാസന സ്ഥാനത്തിൽ, ദൈവസിംഹാസന സ്ഥാനത്തിൽ ഞാൻ ഇരുന്നരുളും എന്നാണ് ലൂസിഫർ അഥവാ അരുണോദയ പുത്രനായ ശുക്ര എന്ന് വിളിക്കുന്ന ലൂസിഫർ ഹൃദയത്തിൽ പറഞ്ഞതും ചിന്തിച്ചതും. ഇത് യഹൂദന്മാരുടെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്, 3ആയി തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആകാശ തട്ടുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 102-ാം സങ്കീർത്തനം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 102-ാം സങ്കീർത്തനം 25. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ഭൂമിയോട് ചേർത്ത് ആകാശത്തെ കുറിച്ചും പറയുകയാണ്. മറ്റൊന്ന് നമ്മൾ ഇതിനോട് ആകാശ തട്ടുകൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആകാശവിധാനം അഥവാ വിധാനമായ ആകാശം, ആകാശവിധാനം. ഉൽപ്പത്തി 1-6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ
വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. 10-ാം വാക്യം 9-ാം വാക്യം. ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. അപ്പോ ആ 2-3 വാക്യങ്ങൾക്കകത്തും നമ്മൾ പഠിക്കുന്നത്, ഒന്ന്, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നീരാവിയുള്ള മീതെയുള്ള വെള്ളം, അതും ആകാശമെന്നറിയപ്പെടുന്നു. കീഴെയുള്ള വെള്ളം, സമുദ്രം, അതൊരു സ്ഥലത്ത് കൂടട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ആകെയുള്ള ഭൂമിയുടെ 1/4 ഭാഗം കരയും ബാക്കിയുള്ളത് മുഴുവൻ സമുദ്രവുമാണ്. ഈ ഭൂമിയുടെ സൃഷ്ടികർമ്മത്തോടനുബന്ധിച്ച് ആകാശവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ കൃത്യമായി വായിക്കുന്നു. 14 മുതൽ 18 വരെയുള്ള വാക്യം നിങ്ങൾ നോക്കിക്കോളൂ. അതേ അധ്യായത്തിന്റെ 14 മുതൽ 18 വരെ ഇങ്ങനെയാണ്: പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിന് വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ ആകാശങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനായി മുതുകട്ടെ എന്ന് പറഞ്ഞാൽ ഋതുഭേദങ്ങളുടെ സംവിധാനം ഉണ്ടാക്കി. സങ്കീർത്തനം 19-1, 150-1 ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണാം ആകാശവിധാനത്തെ കുറിച്ച്. നമ്മൾ 2-ാം ദിവസം സൃഷ്ടിപ്പാണല്ലോ ആകാശം. അതിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ കാര്യം, 2-ാം ദിവസത്തെ സൃഷ്ടിപ്പ് നല്ലത് എന്ന് ദൈവം കണ്ടില്ല. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, എഴുതിയിട്ടുള്ളതാണ്, നോട്ട് കുറിച്ചിട്ടുള്ളതാണ്. 2-ാം ദിവസത്തെ സൃഷ്ടിപ്പ് ദൈവം നല്ലതായി കണ്ടില്ല. ബാക്കിയുള്ള 5 ദിവസത്തെയും സൃഷ്ടിപ്പ് ബാക്കിയുള്ള 5 ദിവസത്തെയും സൃഷ്ടിപ്പ് നല്ലത് എന്ന് ദൈവം കണ്ടു. എന്നാൽ 2-ാം ദിവസം സൃഷ്ടിപ്പ് നല്ലതായി കണ്ടില്ല. എന്താണ് അതിന്റെ കാരണം? ലൂസിഫറിന്റെയും വൃന്ദത്തിന്റെയും അധിവാസ കേന്ദ്രമാണ് ഈ അന്തരീക്ഷം, ഈ ആകാശം. അത് നമ്മൾ പഠിച്ചതെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിച്ചപ്പോഴാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ച സമയത്ത് ആകാശത്തൊരു യുദ്ധമുണ്ടായി. അവൻ എന്നേക്കുമായി ആകാശത്ത് നിന്ന് തള്ളി താഴെയിട്ടു. അപ്പൊ അവന്റെ അധിവാസം ആകാശത്തായിരുന്നു. ആകാശം ഒരിക്കലും മനുഷ്യന് ഈ ദുഷ്ടാത്മാവിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് നമുക്കൊരു നന്മ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ദിവസത്തെ മാത്രം നല്ലതെന്ന് ദൈവം കാണാത്തത് എന്നാണ് വേദപണ്ഡിതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നത്. സ്വർഗസ്ഥാനങ്ങൾ എന്നൊരു പ്രയോഗം നമുക്ക് കാണാം. 103-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യം. 103-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. 103-19 ഇങ്ങനെയാണ്: യഹോവ തന്റെ സിംഹാസനത്തെ
സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. മത്തായി 6:9, യോഹന്നാൻ 3:13, 31, എഫേസ്യർ 4:10, സങ്കീർത്തനം 103:19, മത്തായി 6:9, യോഹന്നാൻ 3:13, 31, എഫേസ്യർ 4:10. ഈ വാക്യങ്ങളെല്ലാം ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ദൈവം അധിവസിക്കുന്നതും ദൈവസിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നതുമായ സ്ഥാനത്തെക്കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞ് നമ്മൾ കാണുന്നു. പ്രസ്തുത സ്ഥാനമാണ് സാക്ഷാൽ സ്വർഗസ്ഥാനം അഥവാ സ്വർഗം അഥവാ അത്യുന്നത സ്വർഗം. സ്വർഗം എവിടെയാണ്? അധോലോകം എവിടെയാണെന്ന് നമ്മൾക്കറിയാം. അധമ പാതാളം എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. പാതാള പർദീസ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. നരകം എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ സ്വർഗം എവിടെയാണ്? പുറപ്പാട് പുസ്തകം 20:4 നമ്മൾ വായിക്കുന്നു, മീതെ സ്വർഗത്തിലും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ അതിന്റെ 4-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലും യാതൊന്നിന്റെ പ്രതിമയരുത്. അപ്പോഴാണ് കടലിന്റെ അടിയിൽ വിഗ്രഹം വെച്ചിട്ട് മുങ്ങിച്ചെന്ന് വിഗ്രഹത്തെ കുമ്പിടുന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വെള്ളത്തിന്റെ അടിയിലോ ആകാശത്തിന്റെ മുകളിലോ ഭൂമണ്ഡലത്തിലോ എങ്ങും എന്തു ചെയ്യരുത്? വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹം വയ്ക്കരുത്. എന്താണ് വിഗ്രഹം? ദൈവത്തിന്റെ സാദൃശ്യമാണ് എന്ന് പറഞ്ഞ്, രൂപമല്ല പ്രശ്നം, ഇത് ദൈവമാണ് എന്ന് പറഞ്ഞ് ഒന്ന് വീട്ടിൽ സൂക്ഷിച്ച് അതിന് ദിവ്യത്വം കൽപ്പിച്ച് അതിന്റെ മുമ്പിൽ കൈകൂപ്പി അതിന്റെ മുമ്പിൽ കൈ കാണിച്ച് യാചിക്കുന്നത് അത് ഒരു ആരാധനാമൂർത്തിയാണ്. അരുത്, അങ്ങനെ അരുത്. അതാണ് വിഗ്രഹം, അതരുത്. എവിടെ അരുത്? വളരെ കൃത്യമായി പറഞ്ഞു, മീതെ സ്വർഗത്തിലെങ്കിലും. സ്വർഗം മുകളിലാണ്. ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലും അരുത്. ലേഖനം 4:10 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, മേലിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. ഏതാണ് മേലിൽ നിന്ന് വന്നവൻ? സ്വർഗത്തിൽ നിന്ന് വന്നവൻ എന്നാണ്. സ്വർഗം മീതെയാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-31 വാക്യം ഇങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിപ്പോയിട്ടില്ല. ഇറങ്ങി വന്നു എന്നുള്ളതും കയറിപ്പോയി എന്നുള്ളതും നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗം ഉയരത്തിലാണ് എന്ന സത്യമാണ്. ലേഖനം 4:8-9-10 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറങ്ങിയവൻ സകലത്തിലും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. കയറി എന്നതിനാൽ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഈ വാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതിന്റെ തൊട്ടടുത്ത വാക്യമാണ് ഇറങ്ങിയവൻ സ്വർഗത്തെയും സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനും മീതെ കയറിയവനും ആകുന്നു. ഇങ്ങനെ ഭൂമണ്ഡലത്തിനും ഈ മുകളിൽ ആണ് എന്ന് സ്വർഗം ആകുന്നു എന്ന് അസന്നിഗ്ധമായി നമുക്ക് മനസ്സിലാക്കാനും പറയാനും സാധിക്കും. മുകൾ ഭാഗം എന്ന് പറയുന്നത് വടക്കാണ്. നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം 2-ാം വാക്യം, മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. ഇത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഭൂമിയിലെ സിയോൻ പർവ്വതത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത് ഭൂമിയുടെ വടക്കേ അറ്റമല്ലല്ലോ, പലസ്തീൻ നാടിന്റെ വടക്കുമല്ല, യെരുശലേമിന്റെ വടക്കു ഭാഗവുമല്ല, യെരുശലേമിന്റെ തെക്ക് കിഴക്കേ ഭാഗത്തായിട്ടാണ് സിയോൻ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. പിന്നത്തേതിൽ യെരുശലേമിനെ മുഴുവനും ഉദ്ദേശിച്ച സിയോൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. 87-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. അവിടെ സിയോൻ പർവ്വതം എന്നല്ല, സിയോൻ എന്നാണ് യെരുശലേമിനെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമ്മൾ 75-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോ അവിടെ ഇങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്: കിഴക്കു നിന്നുമല്ല, പടിഞ്ഞാറു നിന്നുമല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. അപ്പൊ പിന്നെ എവിടുന്നാണ്? വടക്ക് നിന്നാണ്. സാക്ഷാൽ ഉയർച്ച എന്നത് ദൈവത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവുമാണല്ലോ. ഇത് തെക്കു നിന്നുമല്ല, കിഴക്കു നിന്നുമല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, വടക്ക് നിന്നാണ്, ഉയരങ്ങളിൽ നിന്ന് വരുന്നു. നമ്മൾ ആദ്യമേ വായിച്ച ഭാഗമുണ്ടല്ലോ, യെശയ്യാവ് 4:12-15. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. അങ്ങനെ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗം ഒന്നല്ല, അഥവാ അവിടെ ചില അർത്ഥത്തിൽ ആകാശങ്ങളെയും ചില അർത്ഥത്തിൽ അത്യുന്നത സ്വർഗത്തെയും നമ്മൾ ചുരുങ്ങിയത് ഇങ്ങനെ ധാരാളം റഫറൻസുകൾ അതിനകത്തുണ്ട് പഠിക്കാൻ. ഞാനത് വെട്ടിച്ചുരുക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്വർഗം എന്ന് പറയുന്നതിനെ അത്യുന്നത സ്വർഗം എന്ന് മനസ്സിലാക്കുകയും ആകാശം എന്ന് പറയുന്നതിനെ ലെയറുകളോട് കൂടിയ വിധാനമാണെന്നും മനസ്സിലാക്കുകയും ആകാശമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് അത്യുന്നത സ്വർഗമാണ്. അത് സൃഷ്ടിപരമല്ല, അത് സൃഷ്ടിയല്ല, അത് നിത്യതയാണ്. അവിടെയാണ് ദൈവസിംഹാസനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അടുത്ത ഭാഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ യെരുശലേം, വിശുദ്ധ നഗരം. ഞാനൊന്ന് ആ പഴയ ചിത്രത്തിലേക്കൊന്ന് പോകാം. നോക്കിയാൽ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട് മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം,
അത്യുന്നത സ്വർഗം കാണാലോ അല്ലേ? മേഘമണ്ഡലം, രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലം, ഒന്നാം സ്വർഗം എന്ന് പറയുന്ന മേഘമണ്ഡലത്തെ ഉദ്ദേശിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒന്നാം സ്വർഗം എന്ന് പറയുന്നത് മേഘമണ്ഡലം, രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലം, മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് അത്യുന്നത സിംഹാസന സ്ഥാനം. ഇതിനോടനുബന്ധിച്ച് നിങ്ങളിവിടെ സ്ക്വയറായിട്ട് സമചതുരത്തില് ഒരു യെരുശലേം എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നവ യെരുശലേം നിങ്ങൾ കണ്ടു കാണും. റൈറ്റ് സൈഡില് സ്ക്വയർ, നവ യെരുശലേം. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇതിനെ സംബന്ധിച്ചാണ് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പുതിയ യെരുശലേമിന്റെ പേര്, പുതിയ യെരുശലേമിന്റെ പേര് ശാലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. യെരുശലേം എന്നാൽ സമാധാനത്തിന്റെ അവകാശ സ്ഥാനം അഥവാ സ്ഥലം എന്നാണ് അർത്ഥം. യെരുശലേം എന്നാൽ സമാധാന ദേശം എന്നാണ്. സമാധാനം എന്ന വാക്കിന്റെ ഹിബ്രു പദമാണ് ശാലേം. യഹോവ ശാലേം. യെരുശലേം പണ്ട് മുതലേ ഇവരുടെ തലസ്ഥാനമാണ്. ഇടക്കാലത്ത് നഷ്ടപ്പെട്ടതു ടെൽ അവീവായിരുന്നു. എന്നാൽ ട്രംപിന്റെ കാലത്ത് ധീരമായൊരു ചുവടുവയ്പിലൂടെ ടെൽ അവീവിൽ നിന്ന് ഇസ്രായേലിന്റെ തലസ്ഥാനം യെരുശലേമിലേക്ക് തന്നെ മാറ്റി. വെളിപ്പാട് പുസ്തകം 21:2-10 വാക്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് വിശുദ്ധ നഗരം എന്നാണ്. വിശുദ്ധ നഗരം എന്നാണ്. ഇപ്പോഴത്തെ ആകാശഭൂമികൾക്ക് വീണ്ടെടുപ്പ് നൽകി പുതുക്കുന്നത് പോലെ ഇപ്പോഴത്തെ യെരുശലേമിനെയും പുതുക്കിയെടുക്കുന്ന ഒരു പുതിയ നഗരമല്ല ഈ നവ യെരുശലേം. പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഭൂമിയെയും ഇവിടെയുള്ള ആകാശത്തെയും പുതുക്കിയെടുക്കുന്നതാണ്. എന്നാൽ പുതിയ യെരുശലേം എന്ന് പറയുന്നത് അങ്ങനെ പുതുക്കിയെടുക്കുന്നത് അല്ല. അത് തികച്ചും സ്വർഗീയമായ ഒന്നാണ്. സ്വർഗീയമായതും സ്വർഗത്തിലെ പണിയുമാണ് പുതിയ യെരുശലേം. സ്വർഗീയമായതാണ്, സ്വർഗീയമായ പുതിയ പണിയുമാണ് പുതിയ യെരുശലേം. അത് കൈപ്പണിയല്ല, അത് ദൈവത്താൽ പണിയപ്പെടുന്നതാണ്. തൻ നിമിത്തം അത് ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂമിയിലുള്ള നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. സ്വർഗീയമായ ഒന്ന് ഭൂമിയിൽ നിൽക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം. എന്നാൽ ദൈവം വീണ്ടെടുത്ത് വീണ്ടെടുത്ത് പുതുതാക്കി തീർക്കുന്ന ഭൂമി സ്വർഗീയമായ യെരുശലേമിന് ഇറങ്ങി വരാൻ തക്കവണ്ണമുള്ള വിശുദ്ധമാണ്. അത് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേം എന്നാണ് എബ്രായർ 12:10 നമ്മൾ വായിക്കുന്നത്, 22 നമ്മൾ വായിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേം. ഇത് സ്വർഗത്തിൽ പണിതു
ഭൂമിയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുവാൻ പോകുന്നതാണെന്ന് ആക്ഷരീകമായി നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് തന്റെ നിര്യാണത്തെ കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം കലങ്ങാതിരിക്കുവാൻ ഒരു വാഗ്ദത്തം നൽകി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ പിതാവിലും നിങ്ങൾ എന്നിലും എന്നെ അയച്ച പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ആരാണ് സ്ഥലമൊരുക്കുന്നത്? കർത്താവാണ്. ആ ഒരുക്കപ്പെടുന്ന സ്ഥലമാണ്, കർത്താവ് ഒരുക്കുന്ന സ്ഥലമാണ് പുതിയ യെരൂശലേം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മനോഹരമായ വാഗ്ദത്തം. കലങ്ങുന്ന ഹൃദയത്തിന് പാർപ്പിടത്തെ കുറിച്ചുള്ള വാഗ്ദത്തം തന്നെ നൽകി. ആ കലങ്ങുന്ന ഹൃദയത്തെ കർത്താവ് സമാധാനിപ്പിക്കുകയാണ്. മേലുദ്ധരിച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ വാസസ്ഥലം, അതിന് 2 വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് മോനെ, നമ്മൾ മോനെ എന്ന് വിളിക്കണം. മോനെ അല്ല, മോനെ. ഒന്ന് മോനെ, MONEE, മോനെ. സ്ഥലം എന്നൊരു വാക്ക്, ആ സ്ഥലം എന്നും അതിന് ടോപ്പോസ്, TOPOS, ടോപ്പോസ് എന്നുമുള്ള ഗ്രീക്ക് വാക്കുകൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഗ്രീക്ക് വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം കൊട്ടാരം എന്നാണ്. കൊട്ടാരം വളരെ വ്യക്തമായിട്ടുള്ള അർത്ഥമാണ്. ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം കൊട്ടാരം എന്നാണ്. ഇനി നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. അവൻ നമ്മൾക്ക് കൊട്ടാരം ഒരുക്കാൻ പോയിരിക്കുന്നു. രാജാവിന്റെ മണവാട്ടിയായ രാജ്ഞി, 45-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയായിരിക്കും. നമ്മൾ പഠിച്ചതാണ്. പാർക്കുവാൻ, അന്തഃപുരത്തിലെ രാജകുമാരിക്ക് പാർക്കാൻ ഒരു കൊട്ടാരം തന്നെ കർത്താവ് ഒരുക്കുകയാണ്. അതാണ് പുതിയ യെരൂശലേം. അന്തഃപുരത്തിലെ രാജകുമാരിയായ, അവന്റെ കാന്തയായി തീരുന്ന, അവന്റെ മണവാട്ടിയായ നമ്മൾക്ക് എന്നേക്കും പാർക്കാൻ, നിത്യതയോളം കഴിയാൻ അവൻ ഒരുക്കുന്ന ഒരു വാസസ്ഥലമാണ് പുതിയ യെരൂശലേം. വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. അവിടെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി കൊട്ടാരം ഒരുക്കുന്നത്. പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അഥവാ കൊട്ടാരങ്ങൾ തന്നെയുണ്ട്. എന്നാൽ എൻ്റെ മണവാട്ടിക്ക് വേണ്ടി ഒരു പ്രത്യേക കൊട്ടാരം തന്നെ ഒരുക്കുവാൻ തനിക്ക് പ്രസാദമായിരിക്കുന്നു. താനത് ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. അത് ഒരുക്കി കഴിഞ്ഞാൽ
അവസാനത്തെ മിനുക്ക് പണിയും കൂടി കഴിഞ്ഞാൽ അപ്പ വരും കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അപ്പ വരും കർത്താവ്. മടങ്ങി വന്ന് നമ്മളെ അവൻ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ചുരുക്കത്തിൽ നമ്മുടെ വീടിന്റെ പണി നമ്മളുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല. വീട് പണി കഴിയുമ്പോ അവൻ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നമുക്കവൻ കൊട്ടാരം ഒരുക്കാൻ പോയിരിക്കുന്നു. ശലോമോൻ രാജാവ് ഫറവോന്റെ പുത്രിയെ ഒരു ജാതീയ സ്ത്രീയെ തനിക്ക് ഭാര്യയായിട്ടെടുത്ത് അങ്ങനെ ജാതികളിൽ നിന്ന് ഒരു സ്ത്രീയെ സ്വീകരിച്ച് അവൾക്കായിട്ടൊരു പ്രത്യേക അരമന പണിതു എന്ന് നാം 1 രാജാക്കന്മാരുടെ പുസ്തകം 7-8 വാക്യത്തിൽ നാം വായിക്കുന്നു. അവളെ അവിടെ പാർപ്പിച്ചു. 2 ദിനവൃത്താന്തം 8-11 നാം വായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ശലോമോൻ രാജാവ് ജാതീയ സ്ത്രീയെ എടുത്ത് അവൾക്കൊരു കൊട്ടാരം പണിത് പാർപ്പിച്ചതുപോലെ ഹല്ലേലൂയ ഒരു നോക്കിന് ഗതിയില്ലാതെ പുറംപറമ്പിൽ കിടന്നിരുന്ന നമ്മളെ അവനെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് കൊട്ടാരം പണിത് നമ്മളെ അവൻ അവിടെ പാർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ചെറിയ കാര്യമൊന്നല്ലേ, ചെറിയ കാര്യമൊന്നല്ല. നമ്മൾക്ക് അവൻ പണിയുന്ന കൊട്ടാരമാണ് പുതിയ യെരൂശലേം. അടുത്ത ദിവസം നിങ്ങൾക്ക് അതിന്റെ കണക്ക് തരാം. കണക്ക് കിട്ടുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് എന്തുമാത്രം കിട്ടുമെന്ന്. ദൈവമക്കളെ, അവൻ നമുക്ക് പുതിയൊരു കൊട്ടാരം അവൻ പണിതുറപ്പിച്ച് നമ്മളെ അവൻ അതിനകത്താക്കും. ആ കൊട്ടാരമാണ് നമ്മുടെ പ്രത്യാശ. അത് നഷ്ടപ്പെടുത്തി കളയരുത്. എന്തു വന്നാലും ആ കൊട്ടാരം നമുക്ക് സ്വന്തമാക്കണം. അതിന് സർവശക്തനായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നൽകി തന്ന ഈ നല്ല അവസരത്തിനായി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങ് ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളെ സ്വീകരിച്ച് ഹൃദയപ്രകാരം നിന്നോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. അവിടുന്ന് ഞങ്ങളോട് കരുണയാകണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ തൃപ്പാദത്തിലേക്ക് വളരെ വിനയത്തോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ. നിന്റെ ശ്രേഷ്ഠമായ, നിന്റെ മഹനീയമായ വാത്സല്യത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഇന്ന് തലകുനിക്കുന്നു. ജാതീയ വംശത്തിൽ ജീവിച്ച ഒരു നോക്കിന് ഗതിയില്ലാതെ കിടന്ന ഞങ്ങൾക്ക് കർത്താവേ, സ്വർഗീയ കൊട്ടാരത്തിലേക്ക് പ്രവേശനവും അവകാശവും ആക്കി തന്ന അങ്ങേക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ ജയോത്സവമായി നടത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.